بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله. അടുത്തിടെ നമ്മുടെ ജബ്ബാർ മാഷ് ഖുർആൻ പഠന ക്ലാസ് എന്ന പേരിൽ നടത്തുന്ന ചില വീഡിയോകൾ കാണാൻ ഇടയായി. ആ വീഡിയോകളിൽ ഖുർആനിലെ ചില വചനങ്ങൾ, പ്രത്യേകിച്ച് സൂറത്ത് തൗബയിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട വചനങ്ങൾ എടുത്തു കാണിച്ച് അദ്ദേഹം ഇസ്ലാമിനെയും ഖുർആനെയും അള്ളാഹുവിനെയും തിരുദൂതർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വിമർശിക്കുന്നത് കാണാൻ കഴിഞ്ഞു. വിമർശനം ഒരു തെറ്റല്ല, ഏത് ആശയവും ചോദ്യം ചെയ്യപ്പെടാം. പക്ഷെ ഒരു ഗ്രന്ഥത്തെ വിമർശിക്കുമ്പോൾ അതിൻ്റെ ചരിത്ര പശ്ചാത്തലവും അവതരണ സാഹചര്യവും കൂടി പരിഗണിക്കേണ്ടതുണ്ട്. കാരണം ഖുർആനിലെ പല വചനങ്ങളും ഒരു പ്രത്യേക ചരിത്ര സന്ദർഭത്തിലാണ് അവതരിച്ചത്. ആ സന്ദർഭം ഒഴിവാക്കി വചനങ്ങൾ മാത്രം വായിക്കുമ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. ഇന്ന് നമുക്ക് പരിശോധിക്കാനുള്ളത് അതാണ്. സൂറത്ത് തൗബക്ക് മുമ്പ് മുഹമ്മദ് നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാല മുസ്ലിംകളും മക്കയിൽ എന്താണ് അനുഭവിച്ചത്? എനിക്ക് ജബ്ബാർ മാഷിനോടും അദ്ദേഹത്തെ പോലുള്ള ഇസ്ലാമിക വിമർശകരോടും പറയാനുള്ളത് ഒരു കാര്യമാണ്. ഏത് ഗ്രന്ഥത്തെയും വിമർശിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. പക്ഷേ ഒരു ഗ്രന്ഥത്തെ വിലയിരുത്തുമ്പോൾ അതിൻ്റെ ചരിത്ര പശ്ചാത്തലവും അവതരിച്ച സാഹചര്യവും ലക്ഷ്യവും കൂടി പരിഗണിക്കേണ്ടത് ഭൗതിക സത്യസന്ധതയുടെ ഭാഗമാണ്. സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിയ ഏതാനും വാചകങ്ങൾ മാത്രം അടിസ്ഥാനമാക്കി ഒരു ആശയത്തെ വിധിക്കാൻ ശ്രമിച്ചാൽ പലപ്പോഴും നാം യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് അകന്നു പോകാൻ സാധ്യതയുണ്ട്. കാരണം ഒരു പുസ്തകത്തിന്റെ അവസാന അധ്യായം മാത്രം വായിച്ച് മുഴുവൻ കഥയെ വിലയിരുത്താൻ കഴിയില്ല. ജബ്ബാർ മാഷ് തന്റെ ഖുർആൻ പഠന ക്ലാസ് സൂറത്ത് തൗബയിലെ 1-ാം വചനം മുതൽ 5-ാം വചനം വരെയുള്ള ഭാഗം ഒരു ഫസ്റ്റത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ആ വചനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് മുഹമ്മദ് നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അനുയായികളും സ്വന്തം ജന്മനാടായ മക്ക വിട്ട് മദീനയിലേക്ക് പോകേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് അവർ സ്വന്തം വീടുകളും ഭൂമികളും സമ്പത്തും കച്ചവടവും ഉപേക്ഷിച്ചത്? എന്തുകൊണ്ടാണ് അവർ ഹിജ്റ ചെയ്യേണ്ടി വന്നത്? ആ ചരിത്രമറിയാതെ സൂറത്ത് തൗബയെ വിലയിരുത്തുന്നത് അപൂർണമായ ഒരു പഠനമായിരിക്കും. അതുകൊണ്ട് ജബ്ബാർ മാഷിന്റെ സൂറത്ത് തൗബ ക്ലാസ്സിന് നേരിട്ട് മറുപടി പറയുന്നതിന് മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതത്തെക്കുറിച്ചും ഹിജ്റയ്ക്ക് കാരണമായ സാഹചര്യങ്ങളെക്കുറിച്ചും നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ആദ്യം നമുക്ക് ചില അടിസ്ഥാന ചരിത്ര വസ്തുതകൾ നോക്കാം. മുഹമ്മദ് നബി ജനിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം ക്രിസ്തു വർഷം 570 മക്കയിലാണ്. 40-ാം വയസ്സിൽ, അതായത് ക്രിസ്തു വർഷം 610 അദ്ദേഹത്തിന് പ്രവാചകത്വം ലഭിച്ചു. അതിനുശേഷം ഏകദേശം 13 വർഷക്കാലം അദ്ദേഹം മക്കയിലെ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അതായത് ആ സമയത്ത് 53 വർഷക്കാലം വരെ അദ്ദേഹം മക്കയിൽ ജീവിച്ചു. ഈ 13 വർഷമാണ് പീഡനങ്ങളുടെയും ഉപരോധങ്ങളുടെയും കൊലപാതക ശ്രമങ്ങളുടെയും കാലഘട്ടം. പിന്നീട് 622 അതായത് 53-ാം വയസ്സിൽ അദ്ദേഹം മദീനയിലേക്ക് ഹിജ്റ ചെയ്തു. അതായത് സൂറത്ത് തൗബയെ മനസ്സിലാക്കാൻ ആദ്യം ഈ 13 വർഷത്തെ മക്ക ചരിത്രം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ അനുയായികളും മക്കയിൽ എന്തൊക്കെയാണ് അനുഭവിച്ചത്. സൂറത്ത് തൗബയെ മാത്രം എടുത്ത് ഇസ്ലാമിനെ വിലയിരുത്താനും കഴിയില്ല. ചരിത്രം ആരംഭിക്കേണ്ടത് മക്കയിൽ നിന്നാണ്. മുഹമ്മദ് നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു രാജ്യവുമില്ലായിരുന്നു, സൈന്യവുമില്ലായിരുന്നു, അധികാരമോ ഭരണകൂടമോ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത് ഒരു കാര്യം മാത്രമാണ്: ഒരു ദൈവത്തെ മാത്രം ആരാധിക്കൂ, വിഗ്രഹാരാധന ഉപേക്ഷിക്കൂ, മനുഷ്യരെ മനുഷ്യരായി ബഹുമാനിക്കൂ.
പക്ഷേ ഈ സന്ദേശം മക്കയിലെ അധികാര കേന്ദ്രങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ മുഹമ്മദ് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അനുയായികളുടെയും ജീവിതത്തിൽ പരീക്ഷണങ്ങളുടെ ഒരു നീണ്ട പരമ്പര ആരംഭിച്ചു. ആദ്യം പരിഹാസവും അപമാനവും. അദ്ദേഹത്തിന്റെ നാട്ടുകാർ ഒരു കാലത്ത് അൽ അമീൻ, വിശ്വസ്തൻ എന്ന് വിളിച്ചിരുന്ന മനുഷ്യനെ പെട്ടെന്ന് ഭ്രാന്തൻ, കവി, മാന്ത്രികൻ എന്ന് വിളിക്കാൻ തുടങ്ങി. ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തെക്കുറിച്ച് കുപ്രചാരണങ്ങൾ നടത്തി. മക്കയിലേക്ക് പുറത്തുനിന്ന് വരുന്ന തീർത്ഥാടകരോട് പോലും അയാളെ കേൾക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകി. അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പുറകിൽ നിന്ന് ബഹളം വെച്ചു പ്രസംഗം തടസ്സപ്പെടുത്തി. എന്നാൽ കാര്യങ്ങൾ അവിടെ അവസാനിച്ചില്ല. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ പരിസരത്ത് നമസ്കരിക്കുകയായിരുന്നു. അപ്പോൾ അബൂജഹൽ തന്റെ കൂട്ടുകാരോട് ചോദിച്ചു, ബനൂ ഫുലാൻ ഗോത്രം അറുത്ത ഒട്ടകത്തിന്റെ ഗർഭാശയവും കുടൽമാലയും എടുത്തുകൊണ്ടുവന്ന് മുഹമ്മദ് സാഷ്ടാംഗ പ്രണാമത്തിലേക്ക് പോകുമ്പോൾ അവന്റെ മുതുകിൽ വെക്കാൻ നിങ്ങളിൽ ആർക്കാണ് കഴിയുക? അപ്പോൾ ആ കൂട്ടത്തിലെ ഏറ്റവും വലിയ ദുഷ്ടനായ ഉഖബ ബിൻ അബീ മുഅയ്ത്ത് അത് എടുത്തുകൊണ്ടുവരികയും നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ പോയപ്പോൾ 2 തൂണിനുമിടയിലായി അത് വെക്കുകയും ചെയ്തു. സ്വന്തം മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഓടിവന്ന് നബിയുടെ മുതുകിൽ നിന്ന് ആ മാലിന്യങ്ങൾ എടുത്തു മാറ്റുകയാണ് ചെയ്തത്. മറ്റൊരിക്കൽ നമസ്കരിക്കുന്നതിനിടെ അദ്ദേഹത്തിന്റെ കഴുത്തിൽ തുണി കൊണ്ട് കുരുക്കിട്ട് ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. ഉഖബ ബിൻ അബീ മുഅയ്ത്ത് അവിടെ വരികയും സ്വന്തം മേൽമുണ്ട് ഉപയോഗിച്ച് നബിയുടെ കഴുത്തിൽ കുരുക്കിട്ട് അതികഠിനമായി ശ്വാസം മുട്ടിക്കുകയും ചെയ്തു. ഇത് കണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ഓടിയെത്തി അദ്ദേഹം ഉഖബയുടെ ചുമലിൽ പിടിച്ച് നബിയിൽ നിന്നും അവനെ ശക്തിയായി തള്ളിമാറ്റി. എന്നിട്ട് ഇപ്രകാരം ചോദിച്ചു, എൻ്റെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്ന് പറയുന്നതിൻ്റെ പേരിൽ നിങ്ങൾ ഒരാളെ കൊലപ്പെടുത്തുകയാണോ? എന്നാൽ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് സ്വന്തം ശരീരത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ മാത്രമായിരുന്നില്ല, അദ്ദേഹത്തെ വിശ്വസിച്ച ദരിദ്രരായ അനുയായികൾ അനുഭവിച്ച ഈ യാതനകളായിരുന്നു. ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്ത് ബിലാൽ മക്കയിലെ ഇസ്ലാമിൻ്റെ കൊടും ശത്രുക്കളിൽ ഒരാളായിരുന്ന ഉമയ്യ ബിൻ ഖലഫിൻ്റെ അടിമയായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച് വിവരമറിഞ്ഞ ഉമയ്യ അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. മക്കയിൽ ഉച്ചവെയിലിൽ മണൽ ചുട്ടുപൊള്ളുന്ന സമയത്ത് ബിലാലിനെ നഗ്നനാക്കി ആ ചൂടുമണലിൽ മലർത്തിക്കിടത്തും. എന്നിട്ട് അദ്ദേഹത്തിന് അനങ്ങാൻ കഴിയാത്ത വിധം വലിയൊരു പാറക്കല്ല് കൊണ്ടുവന്ന് നെഞ്ചിൽ കയറ്റിവെക്കും. എന്നിട്ട് ഉമയ്യ പറയും, ഒന്നെങ്കിൽ നീ മുഹമ്മദിൻ്റെ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ലാത്തയെയും ഉസ്സയെയും, അതായത് മക്കക്കാരുടെ വിഗ്രഹങ്ങൾ ആരാധിക്കുക, അല്ലെങ്കിൽ മരിക്കുന്നവരെ നീ ഇങ്ങനെ കിടക്കേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ പരുക്കനായ ഒരു കയർ കെട്ടുമായിരുന്നു. എന്നിട്ട് ആ കയറിൻ്റെ അറ്റം മക്കയിലെ തെരുവ് കുട്ടികളെയും വഷളന്മാരുടെയും കൈകളിൽ ഏൽപ്പിക്കും. അവർ ആ കയറിൽ പിടിച്ച് ബിലാൽ റളിയല്ലാഹു അൻഹു മക്കയിലെ പരുക്കനായ പാറക്കല്ലുകളിലൂടെയും മലഞ്ചെരുവുകളിലൂടെയും വലിച്ചഴച്ചുകൊണ്ട് നടക്കുമായിരുന്നു. പരുക്കൻ കല്ലുകളിലൂടെ വലിച്ചിഴക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരമാസകലം മുറിവേൽക്കുകയും രക്തം വാർന്നു പോവുകയും ചെയ്തിരുന്നു. മുതിർന്നവർ നേരിട്ട് ഉപദ്രവിക്കുന്നതിന് പുറമെ തെരുവിലെ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ച് അദ്ദേഹത്തെ പൊതുജനമധ്യത്തിൽ പരമാവധി അപമാനിക്കാനും മാനസികമായി തളർത്താനും കൂടിയായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ എന്നാൽ വിശ്വാസദാർഢ്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒന്നാണ് യാസിർ റളിയല്ലാഹു അൻഹുവിൻ്റെയും കുടുംബത്തിൻ്റെയും ചരിത്രം. ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി ഷഹീദ് ഈ കുടുംബത്തിൽ നിന്നാണ്. മക്കയിലെ ബനു മഖ്സൂം ഗോത്രക്കാരായിരുന്ന പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായിരുന്ന അബൂജഹിൽ ഈ പീഡനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. യാസ്റുവും കുടുംബവും ഈ ഗോത്രത്തിൻ്റെ സംരക്ഷണത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത്. മക്കയിലെ കൊടും ചൂടുള്ള സമയത്ത് യാസിർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഭാര്യ സുമയ്യ റളിയല്ലാഹു അൻഹു, മകൻ അമ്മാർ റളിയല്ലാഹു അൻഹു എന്നിവരെയും ശത്രുക്കൾ മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന മണലിൽ കൊണ്ടുപോയി കിടത്തും. ഇരുമ്പിൻ്റെ കവചങ്ങൾ അണിയിച്ച് വെയിലത്ത് നിർത്തിയും അവർ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നു.
ഒരു ദിവസം അവർ ഈ കൊടിയ പീഡനം അനുഭവിക്കുമ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വഴിയിലൂടെ പോവുകയായിരുന്നു. സ്വന്തം അനുയായികളെ ശത്രുക്കൾ മർദ്ദിക്കുന്നത് തടയാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ഇപ്രകാരം പറയുമായിരുന്നു: യാസിർ കുടുംബമേ, ക്ഷമിക്കുക. സബ്രൻ ആലു യാസിർ ഫഇന്ന മൗഇദകുമുൽ ജന്ന. യാസിർ കുടുംബമേ, ക്ഷമിക്കുക, നിശ്ചയമായി നിങ്ങൾക്കുള്ള വാഗ്ദാനം സ്വർഗമാണ്. യാസിറിന്റെ പ്രിയപത്നി സുമയ്യ റളിയല്ലാഹുവിന്റെ വിശ്വാസത്തെ തകർക്കാൻ കഴിഞ്ഞില്ല. അവരുടെ ധീരമായ മറുപടികളിൽ കുപിതനായ അബൂജഹൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുന്തം ഉപയോഗിച്ച് അവരുടെ രഹസ്യഭാഗത്ത് അതിക്രൂരമായി കുത്തുകയും അവർ തൽക്ഷണം മരിച്ചു വീഴുകയും ചെയ്തു. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ഒരു സ്ത്രീയായിരുന്നു സുമയ്യ റളിയല്ലാഹു അൻഹ. ഭാര്യയുടെ മരണത്തിന് പിന്നാലെ ശത്രുക്കളുടെ കൊടിയ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ പ്രായമായ ഭർത്താവ് യാസിറും ആ പീഡനങ്ങളിൽ കൊല്ലപ്പെട്ടു. മാതാപിതാക്കൾ കൺമുന്നിൽ ദാരുണമായി കൊല്ലപ്പെടുകയും പീഡനം സഹിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്ത ഒരു ഘട്ടത്തിൽ മകൻ അമ്മാർ ശത്രുക്കൾ ആവശ്യപ്പെട്ടതുപോലെ അവർക്ക് അനുകൂലമായ ചില വാക്കുകൾ പറയേണ്ടി വന്നു. അങ്ങനെയാണ് അദ്ദേഹം ആ പീഡനത്തിൽ നിന്ന് ജീവനോടെ രക്ഷപ്പെട്ടത്. പിന്നീട് നബിയുടെ അടുക്കൽ വന്ന് അതിയായ സങ്കടത്തോടെ ഈ കാര്യം പറഞ്ഞപ്പോൾ മനസ്സിൽ വിശ്വാസം പൂർണ്ണമായിരിക്കെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഖുർആൻ സൂറത്ത് അൽ-നഹ്ൽ 106 അവതരിക്കുകയും അള്ളാഹു അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. വിശ്വാസത്തിന് വേണ്ടി ഒരു കുടുംബം ഒന്നടങ്കം ജീവൻ ബലിയർപ്പിച്ച ഈ ചരിത്രം ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള നനയിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇതിനിടെ ഖുറൈശികൾ മറ്റൊരു തീരുമാനമെടുത്തു. മുസ്ലിങ്ങളെയും ബനു ഹാഷിം കുടുംബത്തെയും പൂർണ്ണമായും ഒറ്റപ്പെടുത്തുക. അതിനായി അവർ ഒരു ഔദ്യോഗിക കരാർ തയ്യാറാക്കി. ആ കരാർ രേഖ കഅബയുടെ ഉള്ളിൽ തൂക്കിയിട്ടു. ആ കരാറിലെ വ്യവസ്ഥകൾ വളരെ കഠിനമായിരുന്നു. ബനു ഹാഷിമുമായി കച്ചവടം നടത്തരുത്, അവരുമായി വിവാഹബന്ധം പാടില്ല, അവർക്ക് ഭക്ഷണം വിൽക്കരുത്, അവർക്ക് സഹായം ചെയ്യരുത്, അവരുമായി സംസാരിക്കരുത്. മുഹമ്മദ് നബിയെ ഖുറൈശികൾക്ക് കൈമാറുന്നതുവരെ ഈ ഉപരോധം തുടരണം. ഇതാണ് ചരിത്രത്തിലെ ഷിഅബ് അബി ത്വാലിബ് ഉപരോധം എന്നറിയപ്പെടുന്നത്. ഒരു ദിവസമല്ല, ഒരു മാസമല്ല, 3 വർഷം മുഴുവൻ 3 വർഷം ഒരു സമൂഹത്തെ പട്ടിണിക്കിട്ട് തകർക്കാനുള്ള ശ്രമം. രാത്രികളിൽ വിശപ്പ് കൊണ്ട് കരയുന്ന കുട്ടികളുടെ ശബ്ദം താഴ്വരയ്ക്ക് പുറത്തുപോലും കേൾക്കാമായിരുന്നുവെന്ന് ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തുന്നു. ചില സമയങ്ങളിൽ ഇലകളും ഉണങ്ങിയ തോലുകളും വരെ ഭക്ഷണമാക്കേണ്ടി വന്നു. ഇന്ന് സൂറത്ത് തൗബയെക്കുറിച്ച് സംസാരിക്കുന്നവർ ഈ ചരിത്രവും പറയേണ്ടതല്ലേ? 3 വർഷം കഴിഞ്ഞപ്പോൾ ചില ഖുറൈശി നേതാക്കൾക്ക് ഈ ക്രൂരത സഹിക്കാൻ കഴിഞ്ഞില്ല. ഹിഷാം ഇബ്നു അംർ, സുഹൈർ ഇബ്നു അബി ഉമയ്യ, മുത്ഇം ഇബ്നു അദി, അബുൽ ഖുബ്തുരി, സമഅ ബിൻ അൽ അസ്വദ് എന്നിവർ ഉപരോധം അവസാനിക്കാൻ മുന്നോട്ട് വന്നു. അവർ കഅബയുടെ സൂക്ഷിച്ചിരുന്ന കരാർ രേഖ പരിശോധിക്കാൻ പോയപ്പോൾ ഒരു അത്ഭുതകരമായ കാഴ്ച കണ്ടു. രേഖയുടെ ഭൂരിഭാഗവും കീടങ്ങൾ തിന്നിരുന്നു, ചിതലേറിച്ചിരുന്നു. അള്ളാഹുവിൻ്റെ നാമം എഴുതിയിരുന്ന ഭാഗം മാത്രം അവശേഷിച്ചിരുന്നതായി ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നു. തുടർന്ന് ആ കരാർ റദ്ദാക്കുകയും ഉപരോധം അവസാനിപ്പിക്കുകയും ചെയ്തു. എന്നാൽ പരീക്ഷണങ്ങൾ അവിടെയും അവസാനിച്ചില്ല. ഉപരോധം കഴിഞ്ഞതിന് ശേഷം നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ വർഷം വന്നു. അദ്ദേഹത്തിൻ്റെ പ്രിയ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു. ജീവിതത്തിലെ ഏറ്റവും വലിയ മാനസിക പിന്തുണ നഷ്ടപ്പെട്ടു. അല്പകാലത്തിനകം അദ്ദേഹത്തെ സംരക്ഷിച്ചിരുന്ന പിതൃവ്യൻ അബൂ ത്വാലിബ് മരണപ്പെട്ടു. അധികാരമില്ലാത്ത ഒരാൾക്ക് ഗോത്ര സംരക്ഷണം നഷ്ടപ്പെടുന്നത് എത്ര വലിയ അപകടമാണെന്ന് ആ കാലഘട്ടം മനസ്സിലാക്കുന്നവർക്കറിയാം. ഈ വർഷമാണ് ചരിത്രത്തിലെ ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്നറിയപ്പെടുന്നത്. ഇനി മറ്റൊരു പ്രധാന കാര്യം, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ മുസ്ലിങ്ങൾ വെറും യാത്ര ചെയ്തല്ല, അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു. വീടുകൾ നഷ്ടപ്പെട്ടു, ഭൂമികൾ നഷ്ടപ്പെട്ടു, കച്ചവട സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടു, സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടു. മുസ്ലിങ്ങൾ മക്ക വിട്ടതോടെ അവരുടെ സ്വത്തുകളിൽ വലിയൊരു ഭാഗം ഖുറൈശികൾ കൈവശപ്പെടുത്തി. സ്വഹൈബ് റൂമി മദീനയിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ ഖുറൈശികൾ അദ്ദേഹത്തെ തടഞ്ഞു. അപ്പോൾ അദ്ദേഹം തൻ്റെ സമ്പാദ്യം മുഴുവനും അവർക്ക് വിട്ടുകൊടുത്ത ശേഷമാണ് രക്ഷപ്പെട്ടത്.
അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മക്കയിലെ സമ്പന്നനായ വ്യാപാരിയായിരുന്നു. എന്നാൽ മദീനയിൽ എത്തിയപ്പോൾ ഏതാണ്ട് ഒന്നുമില്ലായിരുന്നു. മദീനക്കാരനായ സഅദ് ബിൻ റബിയ തൻ്റെ സമ്പത്തിൻ്റെ പകുതി നൽകാമെന്ന് പറഞ്ഞപ്പോൾ പോലും അദ്ദേഹം പറഞ്ഞത്, എനിക്ക് മാർക്കറ്റിലേക്കുള്ള വഴി കാണിച്ചു തരൂ. അദ്ദേഹം 0-ൽ നിന്ന് ജീവിതം വീണ്ടും ആരംഭിച്ചു. അങ്ങനെ സ്വന്തം നാടും വീടും സമ്പത്തും ഉപേക്ഷിച്ചാണ് മുസ്ലിങ്ങൾ മദീനയിലെത്തിയത്. എന്നിട്ടും ഖുറൈശികളുടെ പക അവസാനിച്ചില്ല. അവസാനം അവർ ഏറ്റവും ഭീകരമായ ഒരു തീരുമാനം എടുത്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കുക. അതിനായി ദാറുൻ നദവയിൽ യോഗം ചേർന്നു. ഒരു ഗോത്രത്തിൽപ്പെട്ട ഒരാൾ മാത്രം കൊല നടത്തിയാൽ പ്രതികാരമുണ്ടാകുമെന്ന് അവർക്കറിയാമായിരുന്നു. അതിനാൽ അബൂജഹൽ ഓരോ ഗോത്രത്തിൽ നിന്നുമായി ഓരോ യുവാവിനെ വീതം തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. എല്ലാവരും ഒരുമിച്ച് ആക്രമിച്ച് മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലുക. അങ്ങനെ ചെയ്താൽ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം എല്ലാ ഗോത്രങ്ങളിലുമായി വിഭജിക്കപ്പെടും. ഈ പദ്ധതി നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹം തൻ്റെ പിതൃ സഹോദരപുത്രനും മരുമകനുമായ അലി റളിയല്ലാഹു അൻഹുവോട് തൻ്റെ കിടക്കയിൽ കിടക്കാൻ ആവശ്യപ്പെട്ടു. ആ രാത്രി ഖുറൈശികളുടെ യുവാക്കൾ വീടിന് ചുറ്റും കാവലായി നിന്നു. വീട്ടിനുള്ളിൽ ഉറങ്ങുന്നത് മുഹമ്മദ് നബിയാണെന്ന് അവർ കരുതി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യമായി വീട് വിട്ടു പുറത്തുപോയി. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനൊപ്പം മദീനയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. രാവിലെ വീട്ടിലേക്ക് കയറിയ ഖുറൈശികൾ കണ്ടത് മുഹമ്മദ് നബിയല്ല, അലിയാർ തങ്ങളെയാണ്. അപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. ഇതോടെയാണ് ചരിത്ര പ്രസിദ്ധമായ ഹിജ്റ ആരംഭിക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ചോദിക്കട്ടെ, ഈ മുഴുവൻ ചരിത്രം പറയാതെ, 13 വർഷത്തെ പീഡനം പറയാതെ, 3 വർഷത്തെ ഉപരോധം പറയാതെ, സമ്പത്ത് നഷ്ടപ്പെട്ടത് പറയാതെ, കൊലപാതക ശ്രമങ്ങൾ പറയാതെ, ത്വായിഫിലെ കല്ലേറ് പറയാതെ, ഹിജ്റയ്ക്ക് കാരണമായ സാഹചര്യങ്ങൾ പറയാതെ, പിന്നീട് അവതരിച്ച സൂറത്ത് തൗബയിലെ ചില വാക്യങ്ങൾ മാത്രം എടുത്തു കാണിച്ച് ഇസ്ലാമിനെ വിലയിരുത്തുന്നത് ചരിത്രനീതിയാണോ? ചരിത്രം മുഴുവൻ വായിക്കണം, സന്ദർഭം മനസ്സിലാക്കണം. അപ്പോഴാണ് സൂറത്ത് തൗബയും ഇസ്ലാമിക ചരിത്രത്തെയും ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ കണ്ടത് സൂറത്ത് തൗബയുടെ വിശദീകരണമല്ല, മറിച്ച് സൂറത്ത് തൗബയെ മനസ്സിലാക്കുന്നതിന് മുമ്പ് അറിയേണ്ട ചരിത്ര പശ്ചാത്തലമാണ്. മുഹമ്മദ് നബിയെയും അദ്ദേഹത്തിന്റെ അനുയായികളും മക്കയിൽ അനുഭവിച്ച പീഡനങ്ങളും സാമ്പത്തിക ഉപരോധവും സമ്പത്ത് നഷ്ടപ്പെട്ടതും കൊലപാതക ശ്രമങ്ങളും ഒടുവിൽ സ്വന്തം ജന്മനാട് വിട്ട് ഹിജ്റ ചെയ്യേണ്ടി വന്ന സാഹചര്യങ്ങളും നാം സംക്ഷിപ്തമായി പരിശോധിച്ചു. ഈ ചരിത്രം അറിയാതെ സൂറത്ത് തൗബയെ വിലയിരുത്തുന്നത് പൂർണ്ണമായ ഒരു ചിത്രം കാണാതെ വിധി എഴുതുന്നതിന് തുല്യമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ജബ്ബാർ മാഷ് തന്റെ ഖുർആൻ പഠന ക്ലാസ്സിൽ വിശദീകരിച്ച സൂറത്ത് തൗബയിലെ 1-ാം വചനം മുതൽ 5-ാം വചനം വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ആ വചനങ്ങൾ ഏത് സാഹചര്യത്തിലാണ് അവതരിപ്പിച്ചത്, അവയുടെ യഥാർത്ഥ അർത്ഥം എന്താണ്, അവയെക്കുറിച്ച് ഉയർത്തപ്പെടുന്ന വിമർശനങ്ങൾ എത്രത്തോളം ചരിത്രപരമായി ശരിയാണ്, ഇതെല്ലാം തെളിവുകളുടെയും ചരിത്ര രേഖകളുടെയും അടിസ്ഥാനത്തിൽ പരിശോധിക്കാൻ ശ്രമിക്കാം. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രത്യേകിച്ച് ചരിത്രപരമായ സത്യങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം സ്വന്തം മതത്തെക്കുറിച്ച് ഉയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ആഗ്രഹിക്കുന്ന ഓരോ മുസ്ലിമും ഇത്തരം വിഷയങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് സൂറത്ത് തൗബയിലെ 1-ാം വചനം മുതൽ 5-ാം വചനം വരെയുള്ള ഭാഗങ്ങൾ വിശദമായി പരിശോധിച്ചുകൊണ്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.